ഓസ്ട്രേലിയയിലെ പ്രകൃതിരമണീയമായ കേപ്പ് കോൺറാൻ നാഷണൽ പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു മറൈൻ സാങ്ച്വറിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ മറൈൻ ആനിമൽസും കടലിൽ ജീവിക്കുന്ന പക്ഷികളും അതുകൂടാതെ തന്നെ വാട്ടർ മോണിറ്റർ, ലേസ് മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസാർഡും എല്ലാം ഈ ഒരു നാഷണൽ പാർക്കിലത്തെ അന്തേവാസികളാണ്. ഏകദേശം 2 മീറ്ററോളം ഈ ഒരു ലേസ് മോണിറ്റർ എന്ന ലിസാർഡിന് നീളം വരും. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ലിസാർഡുകളിൽ ഒന്നാണ് ഈ ലേസ് മോണിറ്റർ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചുറ്റും നോക്കിയാൽ കാണുന്ന കാട് അതെല്ലാം ബാങ്ക്സിയ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു തരം പ്രത്യേകതരം എക്കോസിസ്റ്റമാണ്. ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക്സിയ ചെടികൾക്ക് ഒരു വൈൽഡ് ഫയർ കഴിഞ്ഞാലാണ് ബാങ്ക്സിയ ചെടികളുടെ വിത്ത് മുളയ്ക്കുക. അപ്പോൾ ഒരു വൈൽഡ് ഫയർ കഴിഞ്ഞാൽ ത്രൈവ് ചെയ്യുന്ന ഫോറസ്റ്റുകളാണ് ഈ നാഷണൽ പാർക്കിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിലുകളുണ്ട്, ഇഷ്ടംപോലെ ട്രെയിലുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെയിലുകളിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ട്രെയിലിന്റെ അവസാനം നമുക്ക് നമ്മുടെ കടലിന്റെ അടുത്തേക്ക് ഇറങ്ങുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ആ സെക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീല നിറമുള്ള കടൽ നമുക്ക് ദൂരെ കാണാം. ഇവിടുത്തെ കടലിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വെയിൽസിന്റെ മൈഗ്രേറ്ററി റൂട്ടാണ്. അപ്പൊ ഓസ്ട്രേലിയയുടെ ചുറ്റുമുള്ള വെയിൽസും ഡോൾഫിൻസും എല്ലാം വിന്റർ സീസൺ ആയാൽ നോർത്തിലേക്കും സമ്മർ സീസൺ ആയാൽ തിരിച്ച് സൗത്തിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഒരു കടൽ തീരത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നേരം നല്ല ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിലുകളെയും ഡോൾഫിനുകളെയും ഒക്കെ കാണാൻ പറ്റിയ ഒരു എക്സലന്റ് സ്പോട്ടാണിത്. ഞങ്ങൾ ഈ പോയ ദിവസത്തിന് തൊട്ട് മുമ്പ് കുറച്ച് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് കടലിൽ നിന്നുള്ള കുറെ ആൽഗകളും അതുപോലെ സ്പോഞ്ചുകളും എല്ലാം നമുക്ക് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നത് കാണാം. അപ്പൊ നമുക്കൊരു സർഗാസോ ആൽഗ കാണാൻ പറ്റും. അപ്പൊ അതുകൂടാതെ തന്നെ അവിടെ കുറെ സ്പോഞ്ചുകളും അതുകൂടാതെ തന്നെ ഈ ജെല്ലി ഫിഷ് ഒക്കെ ചിലപ്പോൾ ഇവിടെ അടിയാറുണ്ട്. ജെല്ലി ഫിഷ്, പോർച്ചുഗീസ് മാൻ ഓഫ് ദ വാർ അങ്ങനത്തെ അനിമലുകളൊക്കെ ഇവിടെ അടിയും. അപ്പൊ അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരെ തൊട്ടാല് നല്ല വേദനിക്കും. അവർക്ക് പോയിസണസ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഉണ്ട്. അപ്പൊ തൊട്ട് കഴിഞ്ഞാല് നല്ല ഡേഞ്ചർ ഉള്ളതാണ് ഈ ജെല്ലി ഫിഷും ഇവിടുത്തെ ചില അനിമൽസ് എല്ലാം. അപ്പൊ ഈ മഴ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.